ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രേവതിനും ചെമ്മനൂർ പോലെ നാളത്തെ പ്രൊമോ വീഡിയോയിലേക്ക് എവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും വർഷയോടും ശ്രീകാന്തനും പറയാടാ, അവൻ്റെ ഒരു പരിപാടിയല്ലേ, അവൻ 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് മേടിക്കുമ്പോൾ പോകുമെന്ന് പറയുന്നത് കേട്ട്. പക്ഷേ അത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ നിൽക്കണ്ടേ. മാത്രമല്ല ഈ വീട്ടിൽ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടനല്ലേ, അവനെന്തെങ്കിലും നല്ല കാര്യം വരുമ്പോൾ നമ്മളും സഹകരിക്കണമല്ലോ. അപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തരുത്, നമുക്കൊന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ശ്രീകാന്തും വർഷയും എല്ലാവരും പറഞ്ഞു ഓക്കെ എന്ന് പറയുമ്പോൾ അകത്ത് ചെന്നിട്ട് പറയും ഞങ്ങളും വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ എന്നാൽ നല്ലതാണല്ലോ എല്ലാവരും പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സച്ചിയും രേവതിയും പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും പോകാമെന്ന് പറയുമ്പോൾ ഓക്കെ സന്തോഷം, എല്ലാവരും വന്നേരം സന്തോഷം, നിങ്ങളൊക്കെ വരുത്തില്ല ഞാൻ ഓർത്തെ, പക്ഷേ കുഴപ്പമില്ല സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ടല്ലോ സന്തോഷം. കൂടാതെ എൻ്റെ മോൻ വലിയ വീട് മേടിക്കാൻ പോവാണ്, 3 കോടി രൂപയുടെ വീട് മേടിക്കാൻ പോവാണ്. ഈ വീട് അത്രയും മാത്രം ഇല്ല, പക്ഷേ എൻ്റെ മോൻ ഉയർന്ന നിലയിൽ എത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൽ തൊഴാൻ പോവാണ് നമ്മുടെ സച്ചിൻ രേവതി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തൊഴാനല്ല, നമ്മുടെ ലക്ഷ്മീനൊക്കെ കാണാൻ പോകും. അവിടെ അപ്പോൾ ദൈവമൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ശരത്തുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് രേവതി ഒരു 500 നോട്ട് എടുത്ത് ലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട്, ദേവുവിന് കൊടുക്കുന്നുണ്ട്, ശരത്തിന് കൊടുക്കുന്നുണ്ട്. ഇന്നെന്തിനാ ഈ 500 വെച്ച് തരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തെ പറയാം അമ്മ ഞാൻ ഡെക്കറേഷൻ്റെ പരിപാടിക്ക് പോയിട്ട് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ആദ്യത്തെ എമൗണ്ടാണ് അത്, നിങ്ങൾക്ക് 500 വെച്ച് തന്നതാണ്. പറയുമ്പോൾ അത് കൊള്ളാമല്ലോ, പരിപാടി കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവും ശരത്തൊക്കെ പറയും. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ പറയുന്നുണ്ട് ഇനിയിപ്പം വെച്ച് കയറ്റുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ആ ക്ഷേത്രത്തിൽ തന്നെയാണ്. അപ്പം തന്നെ പിന്നെ ശരത്തൊരു കാര്യം പറഞ്ഞു. ശരത്ത് പറഞ്ഞ സച്ചിയേട്ട എങ്ങനെയുണ്ട്, സച്ചിയേട്ടൻ്റെ ടെൻഷനൊക്കെ മാറിയോ, വിഷയമൊക്കെ മാറിയോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറിയോ, കുഴപ്പമൊന്നുമില്ലടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിയേട്ട ഇനിയിപ്പോൾ പോകുമ്പോഴത്തേക്ക് ചാർജിൽ ഫോൺ ചാർജില്ലെങ്കിൽ ചാർജ് ആക്കിയിട്ട് പോകും, അല്ലെങ്കിൽ വണ്ടി കുത്തപ്പോൾ ചാർജിൽ എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി കുഴപ്പമൊന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു. അത് ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മുടെ സച്ചിയും ശ്രുതിയും കയറി വരുന്നത്. അവർ കയറി വന്ന് വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് എന്നാ ശ്രുതി ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ കാശ് കൈമാറാമെന്ന് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് കൈമാറാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു മാലയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ മാല മേടിച്ച്, ഞാൻ ഇവിടെ തരത്തില്ല, ഇവിടെ വില കുറച്ച് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഫ്രീ ആയിട്ട് തരത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്താണെങ്കിലും നല്ല പരിപാടിക്ക് വേണ്ടി പോകുന്നത്, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി മേടിക്കണമെന്നൊരു നിർബന്ധമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാകത്തില്ല. അമ്മ എനിക്ക് തരും എന്ന് അല്ല ആൻറ്റി എനിക്ക് തരുമെന്ന് എനിക്ക് അറിയാം, ഫ്രീ ആയിട്ട് തരുമെന്നാണ്, പക്ഷേ അത് ഫ്രീ ആയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സെറ്റപ്പ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു തൃപ്തി ഉണ്ടാകത്തില്ല, എന്തുകൊണ്ടാണ് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അവർ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു കുടം ഒരു നടയിൽ വെച്ചിട്ടുണ്ട്. ആ നടയിൽ കുടം ശ്രുതിയുടെ കാല് തട്ടി വീഴുകയാണ്, അത് മറിഞ്ഞു വീഴുമ്പോഴത്തേക്ക് അവിടുത്തെ പൂജാരി വന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നടക്കുന്ന പാതയിലാണ് ഇതൊക്കെ കൊണ്ടുവെക്കുന്നത് ചോദിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുടമാണ്, ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന വെള്ളം ഐശ്വര്യത്തിൻ്റെ വെള്ളമാണ്, നിങ്ങളെന്താ നോക്കി നടക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞ് അത് നോക്കി നടന്ന് ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതെന്നൊക്കെ പറയാം. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രേവതിയും ലക്ഷ്മി എല്ലാം ഓടി വന്നിട്ട് പറയും ശ്രുതി ഇത് ഒരു ശകുനക്കേടാണ്, നമുക്കിത് വേണ്ട, കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കാൻ പോകുന്ന ഇത് അതായത് ഇന്ന് വേണ്ട, നമുക്ക് നാളെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഇത് ഇങ്ങനെ അതായത് ഇതിപ്പം അറിയാണ്ട് പറ്റിപ്പോയതല്ലേ, നമ്മളിപ്പം ദൈവത്തിൻ്റെ അടുത്തല്ലേ വന്നേക്കുന്നത്, അപ്പോൾ ദൈവം ഇതെല്ലാം ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിച്ചോളെന്ന് പറഞ്ഞാൽ അതല്ല, ദൈവം കാണിച്ചു തരുന്ന ചില നിമിത്തങ്ങളാണ് അതൊക്കെ. ആ നിമിത്തം നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ, കാരണം അല്ലാതെ ഇതിൻ്റെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാലോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോഴത്തേക്ക് അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ആ വീടിൻ്റെ കബളിപ്പിക്കാൻ നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, ആരും ഭാര്യയും ഭർത്താവും, അവരും ആ സ്പോട്ടിൽ അവർ എത്തുന്നുണ്ട്. അവിടെ അവരെത്തും ചോദിക്കുന്നുണ്ട് എന്താ കാര്യങ്ങളെന്ന് കാര്യങ്ങൾ എന്നെ പോലെ സംഭവം നടന്നത്. അതിലൊന്നും കാര്യമില്ല, കാരണം അതിപ്പം നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മൾ അതിനുവേണ്ടി തന്നെയല്ല അമ്പലത്തിൽ വന്നേക്കുന്നത്, അവിടെ വേറെ പ്രശ്നവും ഒന്നും ഉണ്ടാകില്ല. നമ്മൾ ക്യാഷ് ഒന്ന് പ്രാർത്ഥിച്ച് കൈമാറാന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ രേവതിയും ലക്ഷ്മിയും കൂടെ മാറി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ, ഇതൊരു ശകനക്കേടാന്ന് എനിക്ക് തോന്നുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നത്തിലേക്കാവും എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ സമയം തന്നെ കുറച്ച് മുമ്പ് തന്നെ രേവതിയും സച്ചിയും കൂടി ചേർന്ന് പറയുന്നുണ്ട് എടി നമുക്ക് പോകണം, അതായത് 5 കോടി രൂപയുടെ ആസ്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 7 കോടിയോ അല്ലെ 10 കോടി രൂപയ്ക്കൊക്കെ സാധാരണ ഓരോരുത്തർ വിൽക്കുന്നത്. ഇവരിപ്പോൾ 5 കോടിയുടെ ആസ്തി 3 കോടിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊരു കബളിപ്പ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് സച്ചി അതായത് നമ്മുടെ
സച്ചി രേവതിയോട് പറയുന്നത് അത് പക്ഷേ ചാടിക്കയറി സച്ചിയേട്ടൊന്നും തീരുമാനം എടുക്കേണ്ട, ചാടിക്കയറി ഇതിൻ്റെ അകത്തൊന്നും അഭിപ്രായം പറയാൻ നിൽക്കേണ്ട. അത് പിന്നെ നമുക്ക് തന്നെ ഇപ്പം ഈ വീട്ടിലെ അവസ്ഥ നമുക്ക് തന്നെ അറിയത്തില്ല. കാരണം നമ്മൾ ഈ വീട്ടിൽ ഏറ്റവും തഴയപ്പെട്ട ആൾക്കാർ, അത് മകൻ എന്നുള്ള രീതിയിൽ ചേട്ടനും അതെ, കാരണം മരുമോൾ എന്ന രീതിക്ക് ഞാനും അതെ തഴയപ്പെട്ട, ആരും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ചാടിക്കയറി അവർ നല്ലൊരു ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളായിട്ട് ഒന്നും പറഞ്ഞ് കുളവാക്കാൻ നിൽക്കേണ്ടെന്ന് പറയുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അതേ സാധനം തന്നെ രേവതിയുടെ മൈൻഡിൽ സച്ചിയുടെ മൈൻഡിൽ നിൽക്കുക. അതായത് ശകുനക്കേട് പോലെ തന്നെയാണ് ആ ഒരു കുടം തട്ടി താഴെ വീഴ്ത്തുന്നത്. അത് പിന്നെയും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഇത് കേട്ടണം, അതായത് ശകുനക്കേടാന്ന് നിങ്ങൾ കാശുമായി കൈമാറുന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്കും അങ്ങോട്ട് ഇളകും. അത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഒരു ചെറിയൊരു സംഭവം നടന്നു പറഞ്ഞ് അറിയാണ്ട് പറ്റിപ്പോയത് സംഭവം നടന്നു പറഞ്ഞ് ഇവർക്ക് എന്തൊക്കെയാണ് ഇത് പറയുന്നത്, ഇവരൊക്കെ എന്തിനേക്കാൾ ഇവർക്ക് അസൂയ മൂത്തിട്ടാണ് പറയുന്നത്. ഇവർ തക്ക സമയത്ത് ഇവരെന്തിനാണ് ഈ അമ്പലത്തിൽ വന്നത്? കാരണം നമ്മൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇടപാട് മുടക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള രീതിയിലൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഒന്നും നടക്കണ്ട, നമുക്ക് പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ക്യാഷ് 5 ലക്ഷം കൈമാറുവാണ്. അതേസമയത്ത് അവർ മറ്റേ ആൾക്കാർ ഒരു പേപ്പറൊക്കെ എടുത്ത് എഗ്രിമെൻ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം അവർ ഓക്കെ നമുക്ക് അടുത്ത ബാക്കി ക്യാഷ് ഇന്ന ദിവസം തരാമെന്നൊക്കെ പറഞ്ഞ് എഗ്രിമെൻറ്റ് വെക്കുകയും അതുപോലെ ബാക്കി ഓറലായിട്ട് അത് വാക്കുകൊണ്ട് പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോയിലും കാണാൻ പറ്റുന്നത്. നാളെ തന്നെ നമുക്കതിൻ്റെ ഫുൾ വിശേഷം നാളെ രാവിലെ കാണാവുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ഫുൾ വിശേഷം രാവിലെ ഇടുന്നുണ്ട്. ഒരു 8 മണിക്കും 9 മണിക്കൊക്കെ ആയിട്ട് ഇടയ്ക്കാണ് ഇടുന്നത്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും കൂടുതലായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കാണാൻ തുടങ്ങുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്നും ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു. അതുപോലെ നമ്മൾ കാറ്റത്തിക്കളിക്കൊണ്ട് വിശേഷം നമ്മൾ ഈ ചാനൽ ഇടുന്നുണ്ട്. ആരും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ആരും കൂടുതലായിട്ട് പറയാത്തതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാത്തത്. പിന്നെ നമുക്ക് വേറൊരു ചാനലുണ്ട്, നമ്മുടെ മഴത്തോര് മുമ്പ് സീരിയൽ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ലിങ്ക് ഇട്ട് തരികയും നമുക്കത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു. താങ്ക് യു.